JS അടൂർ എന്ന പേജിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുള്ള ഒരു UDF അനുഭാവിയായ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഈ മുന്നണിയുടെ ഒരു ആസൂത്രണ ബൗദ്ധിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പുള്ളി UN കൺസൾട്ടൻസി സർവീസിലൊക്കെ UN ബന്ധപ്പെട്ട അതിൻ്റെ അലൈഡ് ആക്ടിവിറ്റീസിലും UN ബോഡീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പിട്ടു. അത് വേറൊന്നുമല്ല, കേരളത്തിലെ ചൽത്താ ഹേ സംസ്കാരം എന്ന് പറയുന്ന തലക്കെട്ടിലാണ് ആ കുറിപ്പ്. ആ കുറിപ്പ് വായിച്ചു നോക്കിയപ്പോൾ ഞാനുമൊക്കെ ഇതുപോലെ അനുഭവസ്ഥരായ ഒരാളാണ് എന്നുള്ള ഓർമ്മ എനിക്ക് വന്നു. ആ കുറിപ്പൊന്ന് വായിക്കാം. പലയിടത്തും ക്ലാസ് എടുക്കാനും പ്രസംഗിക്കാനും വിളിക്കും. ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് പല പ്രാവശ്യം വിളിക്കും. ചിലപ്പോൾ ചടങ്ങ് കഴിയുമ്പോൾ ഒരു പ്രയോജനവുമില്ലാത്ത ഫോട്ടോ ഒക്കെ വെച്ച് മൊമെൻറ്റോ തരും. ഇപ്പോൾ അതെല്ലാം കൂടി 100-ലധികമായതുകൊണ്ട് എവിടെ വെക്കണമെന്ന് അറിയില്ല. പക്ഷേ ഇവൻ്റ് കഴിഞ്ഞാൽ പെട്രോളിന് കാശ് വേണമെന്ന് പോലും ചോദിക്കില്ല. അത് കഴിഞ്ഞ് ഒരു താങ്ക് യു ലെറ്റർ പോലും അയക്കാൻ മെനക്കെടില്ല. കേരളത്തിൽ പലയിടത്തും കാണാത്തത് ഈ പ്രൊഫഷണൽ സമീപനമാണ്. പലപ്പോഴും പല പ്രോഗ്രാം ഡീറ്റെയിൽസും കിട്ടുന്നത് സ്റ്റേജിൽ വെച്ചാണ്. അടിസ്ഥാന തയ്യാറെടുപ്പില്ല. ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് സാധാരണമാണ്. ചിലപ്പോൾ പ്രോഗ്രാം കൃത്യസമയത്ത് എത്തുമ്പോൾ സംഘാടകർ പോലും എത്തില്ല. അതിൻ്റെ എക്സ്ക്യൂസ് സാർ 3 മണിയെന്ന് പറഞ്ഞാലേ എല്ലാവരും 4 മണിക്ക് വരൂ എന്നാണ്. സത്യത്തിൽ മീഡിയോക്രിറ്റി എന്ന ബുദ്ധിയുടെ കുറവല്ല, ചൽത്താ ഹേ എന്ന ഉഴപ്പ്, തട്ടിക്കൂട്ട് സമീപനമാണ്. അത് സർക്കാർ സ്ഥാപനങ്ങളിലും പലയിടത്തും ഒരു പൊതു സമീപനമായതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും പലപ്പോഴും കോമ്പിറ്റൻസ് ഉണ്ടായിട്ടും എക്സൽ ചെയ്യാത്തത് എന്ന് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കുറേ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഞാനതിൻ്റെ എല്ലാ പോയിൻറ്റ്സിലേക്കും പോകുന്നില്ല. പക്ഷേ ഇതിൽ പറഞ്ഞ ആ കണ്ടൻറ്റുകൾക്ക് ഇതിലൊരു പ്രാധാന്യമുണ്ട്. ഈ ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വിളിക്കുന്ന ആളുകൾ പ്രാഥമികമായി വിചാരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ വിളിക്കുന്ന ആളുകൾ അവർ അവിടെ വരണമെന്ന് ആ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് ഈ രാഷ്ട്രീയക്കാരെ പോലെ ഒരു വാഹനത്തിനകത്തിരുന്ന് പോകുന്ന വഴിയിൽ ഒരാൾ എന്തോ പരിപാടി ആരുടേതാ എന്തുവാ എന്ന് ചോദിച്ചിട്ട് അവിടെ വന്ന് അടുത്ത സംഘാടകരെയും പ്രധാനപ്പെട്ട അവരെ സഹായിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരൂടൊക്കെ ഒന്ന് ഉറക്കെ പറഞ്ഞ് പോകുന്ന ഒരു ഏർപ്പാടായി ഒരു പ്രൊഫഷണൽ സ്പീച്ചിന് വിളിക്കുന്ന ഒരാളിനെ നിങ്ങൾ കരുതരുത്. ആ വിളിക്കുന്ന ആളിന് അയാൾ സംസാരിക്കേണ്ട ടോപ്പിക് എന്താണ്, നമ്മുടെ മുന്നിലുള്ള ഓഡിയൻസ് എന്താണ്, ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ധാരണ കൊടുക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും പലരും വ്യക്തിപരമായി എന്നോട് പണങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്കൂളുകളിൽ സംസാരിക്കാനേ പോകാറില്ല. വളരെ ക്രൂരമായ ഒരു അനുഭവത്തിലാണ് ഞാൻ ഈ സ്കൂളിൽ സംസാരം നിർത്തിയത്. ഒരു സ്കൂളിൽ വളരെ അടിയന്തരമായി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ആ സ്കൂളിലൊരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിൽ ടീനേജേഴ്സ്, വളരെ ഒരു ഗൗരവമായ സംഭവമാണ്, ഞാൻ പത്രത്തിലൊക്കെ വായിച്ച സംഭവമാണ്. അവിടെ ടീനേജേഴ്സ് കാണിച്ചൊരു വലിയ വിക്രിയ, വലിയ കയ്യാങ്കളിയായി, പോലീസ് ഇടപെടലായി, കേസായി, കുട്ടികളുടെ സസ്പെൻഷനായി. അപ്പോൾ കളക്ടർ പ്രത്യേകം നിർദ്ദേശിച്ചു, സാറിനെ തന്നെ വിളിച്ച് ഒരു ക്ലാസ് ഇതിനെ സംബന്ധിച്ച് കൊടുക്കണം കുട്ടികൾക്ക്. അപ്പം ഞാൻ ചോദിച്ചു എത്ര കുട്ടികളുണ്ടാവും? അത് +2 പഠിക്കുന്ന 150 പേരോ മറ്റോ ഉണ്ട്. ശരി, ഞാൻ വരാം, കാരണം ഇങ്ങനൊരു കോഴ്സാണല്ലോ, പോയേക്കാം എന്ന് വിചാരിച്ചു. ഞാൻ വളരെ റെഡിയായി എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 10-15 കിലോമീറ്റർ കാർ ഓടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് 2-3 ദിവസം ഈ നമ്മൾ പോകുന്ന വിഷയത്തിൽ അപ്ഡേറ്റ് ചെയ്ത് ഈ ടീനേജേഴ്സും ബിഹേവിയർ പ്രോബ്ലംസുമായിട്ട് ഇതിനോട് ഉദാഹരണം പറയാൻ കഴിയുന്ന ലേറ്റസ്റ്റ് ഇൻസിഡൻസ് എവിടെയെങ്കിലും ഇന്ത്യയിലുണ്ടായിട്ടുണ്ടോ, ലോകത്തുണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ പഠിച്ച് ഇതിൻ്റെ പ്രിൻ്റൗട്ടൊക്കെ എടുത്തുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഓഡിറ്റോറിയത്തിൽ കയറിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ മുന്നിലിരിക്കുന്നത് 4ലും 5ലും പഠിക്കുന്ന ഒരു 100-500 വിദ്യാർത്ഥികൾ. അപ്പം ഞാൻ ഈ അധ്യാപകരോട് ചോദിച്ചു, അപ്പം മറ്റവരെവിടെയാണ്? അവരെല്ലാം ക്ലാസ്സിലിരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ അതിൻ്റെ കൊണ്ടുപോയ പേപ്പറുകൾ പോക്കറ്റ് വെച്ചിട്ട് APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കഥ പറഞ്ഞു. കുട്ടികളുമായിട്ട് വെറുതെ ചിരിച്ചു. എനിക്ക് കുട്ടികളോട് സംസാരിക്കാൻ തീരെ അറിഞ്ഞുകൂടാത്ത ആളാണ്, ചെറിയ കുട്ടികളോട്. എന്തൊക്കെയോ പറഞ്ഞ് അവസാനിപ്പിച്ച് ഞാൻ അവിടെ നിന്ന് വണ്ടിയിൽ കയറി ഞാനിങ്ങ് പോരുന്നു. അപ്പം ഞാൻ പോരുമ്പോൾ നമ്പർ 1 എനിക്ക് വിളിച്ച ഓഡിയൻസ് അല്ല, ഇഷ്യൂ അതല്ല, ഒന്നുമല്ല. അപ്പം ഞാൻ തിരക്കിയപ്പോഴാണ് പറയുന്നത്, ഇതൊന്ന് റെക്കോർഡ് ചെയ്യണം, ഇങ്ങനൊരു പരിപാടി സ്കൂളിൽ നടത്തിയതായിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷന് കൊടുക്കുമ്പോൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണം. 2, എല്ലാ കുട്ടികളെയും കൂടി ഇരുത്തിയെങ്കിലേ ഈ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരെയും വീട്ടിൽ വിടാനൊക്കെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ കൊണ്ടിരുത്തിയതാണ്. ക്ലാസ് കഴിഞ്ഞ് എല്ലാവർക്കും വീട്ടിൽ വിടുമ്പോൾ അധ്യാപകർക്കും പോകാം. 3, ഇതിന് വന്ന എന്നോട് എന്നാൽ വണ്ടിക്കൂലി വേണോ, എൻ്റെ പേഴ്സണൽ കാറിലാണ് ഞാൻ വരുന്നത്, ഇത്തരം ഒരു കാര്യവും അന്വേഷിച്ചതേയില്ല. ഞാൻ ആ പണി അവസാനിപ്പിച്ചു. ആ പണി അവിടെ വെച്ച് നിർത്തി.
പിന്നെ 2, ഒരു മീഡിയ ഇതുപോലൊരു പരിപാടിക്ക് വിളിച്ചു. ഇതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വലിയ വേദിയിൽ പോയി പ്രസംഗിച്ചു. മില്യൺസ് ഓഫ് വ്യൂസൊക്കെ കിട്ടി, വലിയ അപ്രിസിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാനും വേറൊരു റിസോഴ്സ് പേഴ്സണും അടുത്തടുത്തിരുന്നു. ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്നിരുന്നു. അപ്പോൾ ആ റിസോഴ്സ് പേഴ്സൺ എന്നോട് ചോദിച്ചു, സാറിന് എത്ര രൂപയാണ്? ഞാൻ പറഞ്ഞു 10,000 രൂപ തന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, സാറിങ്ങനൊന്നും പോരുത്, ഞാൻ 33,000 രൂപയും ടാക്സും വാങ്ങിച്ചിട്ടാണ് വരുന്നത് ഒരു ക്ലാസ്സിന്, ഇതിവർക്ക് ഭയങ്കര ലാഭമല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അന്തിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു എന്താ എൻ്റെ ഒരു കുറവെന്താ? അപ്പോൾ ഞാനൊന്നും പരാതിയൊന്നും പറയാൻ പോയില്ല. അടുത്ത വർഷം ഇതുപോലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് സപ്ലിമെൻ്ററി വാർത്ത വരും, മറ്റേടത്ത് വാർത്ത വരും, അതൊക്കെ എൻ്റെയൊക്കെ ഒരു പ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയില്ല. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത്, ഒന്ന്, ഇതിന് വിളിക്കുന്ന ഓഡിയൻസ് ആരാണ്, എന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഒരാളിനെ വിളിക്കുമ്പോൾ അയാൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് അയാൾക്ക് പേ ചെയ്യാൻ പറ്റണം. എന്നെ രണ്ടാമത് വിളിച്ച ആ മീഡിയയിലെ ആളിനോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് ഈ 10,000 രൂപ എന്ന് പറഞ്ഞൊരു മലബാറിലെ ജില്ലയിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ശമ്പളം ഒരു ദിവസത്തെ അത്രയും വരും, റഫ്ലി അത്രയൊക്കെ വരും. പിന്നെ അത് കളഞ്ഞിട്ട് ഞാൻ 2 ദിവസം ഇവിടുന്ന് ട്രെയിനിൽ യാത്ര ചെയ്ത് അവിടെ വന്ന് ഇതിന് പ്രിപ്പയറായി സമയം കളഞ്ഞ് എനിക്ക് എന്തിൻ്റെ കേടാന്ന് ചോദിച്ചു. അപ്പോൾ അതാണ്, ഞാൻ അങ്ങനെയൊന്നും ശ്രദ്ധിക്കുന്ന ഒരാളെ അല്ലായിരുന്നു, ഞാനത് ശ്രദ്ധിക്കാറേ ഇല്ല. പക്ഷേ പലരും വലിയ വലിയ പരിപാടിക്ക് വിളിച്ചപ്പോൾ, ഞാൻ ക്ലബ്ബുകളുടെ പേര് പറയുന്നില്ല, വലിയ സ്റ്റാർ ക്ലാസ് ക്ലബ്ബുകളുണ്ടല്ലോ, ഞാൻ ഈ ഓരോന്ന് പറഞ്ഞാൽ ആ ക്ലബ്ബുകൾ ആ ഗണത്തിൽ വന്നു, അവിടെ വിളിക്കും. അവിടെ ഇരിക്കുന്നവരൊക്കെ ആരാ ശതകോടീശ്വരന്മാർ. നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് അവർ വളരെ കുലുങ്ങി ചിരിക്കും, സന്തോഷപൂർവ്വം ചിരിക്കും. എന്നാൽ ഈ വന്നിട്ട് പോകുന്നവന് അവർ ഡിപ്പ് ക്ലോസ് അടിക്കാനും ചിലവാക്കും. ഈ വന്നിട്ട് പോകുന്നവന് എന്താണ് വേണ്ടത്? എന്തായാലും അവനും കുടുംബം ഉണ്ടാവുമല്ലോ, അവനും ജീവിക്കണമല്ലോ, അവനും കാറിലാണല്ലോ വരുന്നത്, അവൻ്റെ കൂടെ ചിലപ്പോൾ ഒരു ഡ്രൈവർ കാണുമല്ലോ. അത്തരത്തിലൊരു മാന്യമായ സമീപനം പലപ്പോഴും ഇല്ല. എന്നാൽ ചിലരുണ്ട് കേട്ടോ, അതിലേറ്റവും തരുന്നതിൽ മനസ്സുള്ളവരാണ് ഈ പറഞ്ഞ മലബാറിലുള്ളവർ, അതുപോലെ തന്നെ KMCCയുടെ ആളുകൾ. അത്തരം ആളുകളൊക്കെ അതിനകത്ത് അവരൊരു തൃപ്തികരമായത് ചെയ്യും. ഇത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെയാണ് ഈ പണി തീരെ ഇല്ലാത്തത്. അവർക്കെല്ലാവർക്കും നമ്മൾ പറയുന്നത് പല്ലിയിരിപ്പ് പോലെ വലിച്ചിങ്ങോട്ട് കൂട്ടാനേ അറിയാവൂ, വേറെ ആർക്കും കൊടുത്ത് ശീലമില്ല. നമ്മളാരെങ്കിലും പരിപാടിക്ക് വിളിക്കുമ്പോൾ ഞാൻ പറയും, ഇപ്പോൾ നമ്മുടെ ഒരു പരിപാടിക്ക് ഏതെങ്കിലും ഒരു കലാകാരനെ ഓരോരുത്തർ വിളിക്കും നമ്മുടെ ഫോണിൽ, സ്കൂളിൻ്റെ വാർഷികത്തിന് ഇന്നാളിനെ ഒന്ന് വിളിച്ചു തരാമോ സാറേ? ഞാൻ പറയും വിളിച്ചു തരാം, പക്ഷേ അയാൾക്ക് 25,000 രൂപ കൊടുക്കണം. അയ്യോ അത്രയൊന്നും, അപ്പോൾ ഇവർ ഫീസ് വാങ്ങിക്കുന്നതിൽ എന്തെങ്കിലും കുറയ്ക്കുമോ? ഇനി ഇവരുടെ സ്കൂളിൽ പോയി സൗജന്യമായി നമ്മൾ ക്ലാസ് എടുത്തു കൊടുത്തു, 10-15 ക്ലാസ് എടുത്തു, നമ്മളെ മക്കൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും സൗജന്യം തരുമോ ഇവർ? ഒരു ചുക്കുമില്ല, അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ ഒരു അഭിനന്ദന പലക അതടിച്ച് റെഡിയാക്കി ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഈ പലക വെക്കുന്നതിന് തന്നെ ഇപ്പോൾ ഈ JS അടൂർ പറഞ്ഞതുപോലെ ചിലവാണ്. ഈ പലകയൊക്കെ ആദ്യം 3-4 പ്രാവശ്യം തരുമ്പോൾ വലിയ സന്തോഷം തോന്നും, പിന്നെ ഇത് കൊണ്ട് വെക്കുന്നത് ഇത് കണ്ടാലെന്തുവാ, ഇതവിടെ കൊണ്ടുവന്ന് കുറച്ച് അടുക്കി വെച്ചു. ഈ വാപ്പാടെ കാലം കഴിഞ്ഞ് കഴിയുമ്പം മക്കളുടെ കാലം വരുമ്പോൾ ഇതെല്ലാം അവിടെ വാരി കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൂട്ടിയിടും. എത്രയോ വീടുകളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ചെയ്യേണ്ടത് എന്താ? അവർക്ക് തൃപ്തികരമായ നിലയിൽ അവരോട് കാര്യങ്ങൾ ചോദിച്ച് പറഞ്ഞ് മാന്യമായി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. ആ പ്രോഗ്രാമിൻ്റെ മൊത്തം കോസ്റ്റിൻ്റെ ഒരു 10-15-20% നിങ്ങൾ ഈ റിസോഴ്സ് പേഴ്സൺസിൻ്റെ സംഗതിക്കായിട്ട് മാറ്റി വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അവരെ മെനക്കെടുത്താൻ പോകരുത്. നിങ്ങൾ തന്നെ കൂട്ടത്തിലുള്ള ഒരു പാട്ട് പാടി പിരിഞ്ഞു പോയിക്കോണം. അപ്പോൾ അതാണ് ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു അനുഭവം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആളുകളെ പിന്നെ ഇതാരെങ്കിലുമൊക്കെ തുറന്ന് പറയുന്നത് നന്നായി. അപ്പോൾ അതുകൊണ്ട് ഈ ടാർഗറ്റ് ഗ്രൂപ്പ് ആരാണ്, ഇതെന്തിനാണ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ചിലരൊക്കെ വന്ന് എല്ലാവരും പറയും സാറേ ഒരു ക്ലാസ് എടുക്കുമോ, പിന്നെ കൗൺസിലിങ്ങിൻ്റെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു വെക്കും. അതുപോലൊരു സംഗതിയാണ് NSS ക്യാമ്പ്. വേറെ ഒന്നും കൊണ്ട് പറയില്ല, നല്ലതാണ് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാവാൻ. രാവിലെ മുതൽ പിള്ളേർ പറമ്പിലെല്ലാം ജോലി ചെയ്തിട്ട് വൈകിട്ട് 3 മണിയാകുമ്പം കുറച്ച് പിള്ളേരെ കൊണ്ടുവന്ന് മുമ്പിലിരുത്തും. അവർക്ക് ബോധവൽക്കരണം ഒന്നും ഒരു കാര്യവുമില്ല, അവർ നല്ല ക്ഷീണിതരായിരിക്കും. നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ അവർ ഉറങ്ങും. പക്ഷേ ക്യാമ്പിൽ എന്ത് വേണം? ഇത്രയും പേര് ക്ലാസ് എടുത്തു എന്ന് റിപ്പോർട്ട് വേണം. അപ്പോൾ അതിന് പറ്റുന്നവരെ അങ്ങനെ ക്ലാസ് എടുക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്നവരുണ്ട്, അവരെയൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. ഏതായാലും അടൂർ ഇത് പറഞ്ഞപ്പോൾ ഇത് ഇത്രയും കൂടെ കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടി ഇതുകൂടെ കൂട്ടിച്ചേർക്കണമെന്ന് വിചാരിച്ചു. പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം ഉറപ്പായി.